ഹലോ മൈ ഡിയേഴ്സ്, കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് സുഖമില്ലാത്തത് കാരണം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ന്യൂ ഇയറിന് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ന്യൂ ഇയർ വിശേഷം. ഇത്രയും ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വൈനിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഇത് കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ കേക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോയും ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാവൂ. ഇത് നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്, പൈനാപ്പിൾ ഫ്ലേവർ ഉള്ള കേക്ക്, നല്ല ടേസ്റ്റ് ആണ് ഇത്. ഇതിന്റെ ചെറിയൊരു ഷോർട്സ് പോലെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അങ്ങനെ ഈ കേക്ക് എല്ലാം നമുക്ക് ഓരോ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തു വെക്കാം. ഇതിന്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, കേക്ക് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ പൈനാപ്പിൾ പീസാണ്. ഇനി കുറച്ച് ബിരിയാണിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണിന്റെ ഒക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ മുഴുവനായിട്ടും കാണിക്കുന്നില്ല, ചെറിയൊരു ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ. കുക്കറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുക്കറിലാകുമ്പോൾ വേഗം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ കൈമ റൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബാസ്മതി റൈസ് അല്ല, കൈമ റൈസിലാണ്. ഒരു ഒറ്റ വിസിലിൽ ചോറൊക്കെ വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഒറ്റ വിസിലടിച്ചിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണിയും കൂടി അങ്ങോട്ടേക്ക് വിളമ്പാം. അപ്പൊ എന്റെ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. താങ്ക് യു.